നമ്മളൊരു ഒരു അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടാസ്കിനെ, എന്ത് ടാസ്കും ആയിക്കോട്ടെ, അത് മാത്തമാറ്റിക്സ് ആവാം, അല്ലെങ്കിൽ ഫിസിക്സിലെ എന്തെങ്കിലും ടാസ്ക് ആവാം, കെമിസ്ട്രിയിലെ ആവാം, നമ്മുടെ ലൈഫിലെ ഒരു ടാസ്ക് ആവാം. എന്ത് ടാസ്ക് ആണെങ്കിലും നമ്മൾ അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിൽ ഇപ്പൊ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു പെരുന്നാൾ നടക്കാന്ന് വിചാരിക്കുക. ഒരു കല്യാണം നടക്കുകയാണ്, അല്ലെങ്കിൽ പെരുന്നാൾ നടക്കുകയാണ്, എന്തെങ്കിലും ഒരു ആഘോഷങ്ങൾ നടക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യും. ആദ്യം ഏത് ചെയ്യണം, രണ്ടാമത് ഏത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഏത് ചെയ്യണം, അവസാനം എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും, അല്ലെ? അപ്പൊ അത് ആ ഒരു ടൈപ്പ് പ്ലാനിങ് തന്നെയാണ് ഈ അൽഗോരിതം എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ അൽഗോരിതമിസ്റ്റ് ആയിട്ടും ജോലി ചെയ്യാം. അൽഗോരിതം നമ്മൾ കമ്പനികളിലൊക്കെ നമുക്ക് നമുക്ക് നല്ല ലോജിക് ഉണ്ടെങ്കിൽ, നല്ല ലോജിക്കും നല്ല ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പനികളിലൊക്കെ ഇപ്പൊ ഇനിയുള്ള കാലത്തൊക്കെ അൽഗോരിതമിസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: നമ്മളൊരു ടാസ്ക്, ഒരു പ്രോബ്ലം, കമ്പനിയിലാകുമ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒരു ടാസ്ക് ഉണ്ടാവും, ഒരു ഓഫീസിലാണെങ്കിൽ വേറൊരു ടാസ്ക് ഉണ്ടാവും. എന്ത് ടാസ്കും ആയിക്കോട്ടെ, അതിനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് നമ്മുടെ ടാർഗറ്റ് എന്തായാലും എത്തണം, നടക്കണം, നമ്മുടെ പർപ്പസ് നടക്കണം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സ്റ്റെപ്സ് അതിൽ ഉണ്ടാവാൻ പാടില്ല. അൺനെസസറി സ്റ്റെപ്സ് ഒക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. പിന്നത്തെ ഒരു ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സ്റ്റെപ്പുകൾ ഉണ്ടാവും വേണം. ആവശ്യമുള്ള എല്ലാ സ്റ്റെപ്പുകളും അതിലുണ്ടാവണം, എന്നാൽ ആവശ്യമില്ലാത്ത സ്റ്റെപ്പുകൾ ഉണ്ടാവുകയും ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? അങ്ങനെ ഒരു ഒപ്റ്റിമൈസ് ചെയ്യണം. അതിനെയാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയാം. ആവശ്യമില്ലാതെ നമ്മൾ കാര്യങ്ങൾ പറയാൻ പാടില്ല, ആവശ്യമുള്ളത് പറയും വേണം. അപ്പൊ ആ ഐഡിയനെയാണ് നമ്മൾ പറയാ ഒപ്റ്റിമൈസ്ഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്ന് വേണമെങ്കിൽ പറയാം, അൽഗോരിതം. അതിനെ നമ്മൾ സ്റ്റാർട്ട് തുടങ്ങണു, സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 അങ്ങനെ പോണു, എന്നിട്ട് അവസാനം എൻഡ് പറയുന്നു, സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു. അപ്പൊ ഇത് നിങ്ങൾ പലരും എഴുതിയ അൽഗോരിതം നിങ്ങൾ തന്നെ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇനി അടുത്ത വേറൊരു എക്സാമ്പിൾ തരാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ എഴുതിയ അൽഗോരിതം ഒന്ന് റിവൈസ് ചെയ്യുക. ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യുന്ന അൽഗോരിതം ആണെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോബ്ലംസും ഇങ്ങനെ അൽഗോരിതം എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അൽഗോരിതം ഒക്കെ കറക്റ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ സൊല്യൂഷനിലേക്ക് വളരെ ഈസി ആയിട്ട് എത്തും. ഇവിടെ ഒന്നും പ്രോഗ്രാമിംഗ് ഒന്നും വരുന്നില്ല. ഏത് ലാംഗ്വേജിലും നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാം. പൈത്തൺ ആയിട്ടോ സി ആയിട്ടോ ഒക്കെ പ്രോഗ്രാം ചെയ്യാം. അൽഗോരിതം ഈസ് കോമൺ ടു ഓൾ ലാംഗ്വേജസ്. എല്ലാ ലാംഗ്വേജിനും അൽഗോരിതം സെയിം ആയിരിക്കും. ഇത് അൽഗോരിതം എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് ആണ്, ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ പലരും എഴുതിയ അൽഗോരിതം റിവൈസ് ചെയ്യാൻ ഞാൻ വേണമെങ്കിൽ കുറച്ച് പോയിന്റ്സ് തരാം. നമുക്ക് ക്ലാസ്സിലാണെങ്കിൽ നേരിട്ടാണെങ്കിൽ നമുക്ക് നേരിട്ട് അത് ഡിസ്കസ് ചെയ്യായിരുന്നു, ഓരോരുത്തരുടെ എടുത്തിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പൊ ഇവിടെ അത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഞാൻ ഏകദേശം ഐഡിയ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാം. എന്താണ് നിങ്ങൾക്ക് പറ്റിയ എറേഴ്സ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞു സേഫ് ആയിട്ട് ക്രോസ് ചെയ്യണം, അതാണ് ഒരു പർപ്പസ്. ക്രോസ് ചെയ്യാന്നുള്ളതല്ല. ക്രോസ് ചെയ്യാന്ന് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ചെയ്യും, ചിലപ്പോൾ അതിന്റെ ഇടയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാവും, അതല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സേഫ്ലി ക്രോസ് എന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഇന്ത്യയിൽ ക്രോസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലെ? ഇന്ത്യയിൽ ക്രോസ് ചെയ്യാനുള്ള അൽഗോരിതം എഴുതാനല്ലേ പറഞ്ഞ? കാരണം വേൾഡിന്റെ പല ഭാഗത്തും നമ്മുടെ ട്രാഫിക് ജസ്റ്റ് റിവേഴ്സ് ആണ്. നമ്മള് റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് അല്ലേ, റൈറ്റ് സൈഡിലല്ലേ ഡ്രൈവർ ഇരിക്കുക. അതുപോലെ റൈറ്റ് സൈഡിൽ ഡ്രൈവർ ഇരിക്കുമ്പോൾ വണ്ടികൾ പോകേണ്ടത് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ്, റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് പോവുക. വിദേശത്തൊക്കെ നേരെ തിരിച്ചാണ് പല രാജ്യത്തും. ചില രാജ്യത്ത് നമ്മുടെ പോലെ രാജ്യം വളരെ ചുരുക്കാന്ന് എനിക്ക് തോന്നുന്നു. മിക്ക വിദേശ രാജ്യത്തും ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പ്, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ നേരെ തിരിച്ചാണ്. അവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്. ഡ്രൈവർ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുക. അപ്പൊ റോഡിന്റെ വലതുവശത്ത് കൂടിയിട്ടാണ് പോവുക.
ഓക്കെ. അപ്പൊ ആ രണ്ട് സ്ഥലത്തും ഈ അൽഗോരിതം ജസ്റ്റ് റിവേഴ്സ് ചെയ്യും. കാരണം എവിടെയാണ് നമ്മൾ ക്രോസ് ചെയ്യാൻ നിൽക്കണേന്ന് ആദ്യം എവിടെ നോക്കണു എന്നുള്ളത് ആ ആ റൂൾ അനുസരിച്ചിട്ട് നമുക്ക് മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ നമ്മൾ എങ്ങനെ ക്രോസ് ചെയ്യണമെന്ന് അൽഗോരിതം എഴുതാൻ പറഞ്ഞത്. അപ്പൊ അതില് നമുക്ക് അറിയാം, ആദ്യം തന്നെ റോഡിന്റെ സൈഡിൽ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 നമ്മൾ എന്ത് ചെയ്യണം? റോഡിന്റെ സൈഡിൽ നിൽക്കണം. നിങ്ങൾ പലരും കോപ്പി അടിച്ചിട്ടുണ്ട് തോന്നുന്നു, അങ്ങോട്ടൊക്കെ നോക്കി എഴുതി ഒരേ സെന്റൻസുകളൊക്കെ ഞാൻ കണ്ടു പലതിലും. അങ്ങനെയൊന്നും ചെയ്യരുത്. അല്ലെങ്കിൽ നെറ്റിലൊന്നും സെർച്ച് ചെയ്യരുത്. നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കലല്ല നമ്മുടെ ജോലി കേട്ടാ. തന്നെ നമ്മൾ സ്വന്തമായിട്ട് ആലോചിച്ച് എഴുതണം. അപ്പൊ നെറ്റിൽ സെർച്ച് ചെയ്യരുത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. നിങ്ങളുടെ ഉള്ള കഴിവും കൂടെ ഇല്ലാണ്ടാവും. ഓക്കെ. ഇന്നാളൊരു ഒരിക്കൽ ഒരു തമാശ കേട്ടു. അതായത് എന്തിനാ നമ്മൾ ഇതൊക്കെ പഠിക്കണേ? നമ്മൾ ഗൂഗിൾ ചെയ്യാൻ പഠിച്ചാൽ പോരെ? ഗൂഗിളിൽ എല്ലാത്തിനും ഉത്തരം ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ഗൂഗിൾ ചെയ്യാൻ പഠിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. ഒരു ചോദ്യം കണ്ടു. കുട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങനെ വിഷമിപ്പിച്ച് വീണ്ടും എല്ലാം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കണേ. ഗൂഗിൾ ചെയ്യാൻ പഠിച്ചാൽ പോരെ? അപ്പൊ എല്ലാം ഇല്ലേ? അങ്ങനെയാണോ? സത്യത്തിൽ അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് അറിയാലോ. ഈവൻ സെർച്ച് ചെയ്യാൻ തന്നെ നമുക്ക് നല്ല കഴിവ് വേണം. നമുക്കൊരു ചില കാര്യങ്ങൾ ഗൂഗിളിനോട് ചോദിക്കാൻ തന്നെ നമുക്ക് എങ്ങനെ ചോദിക്കണ്ടേന്ന് തന്നെ അറിയണം. പിന്നെ ഗൂഗിളിൽ ആരെങ്കിലും തെറ്റ് എഴുതി വെച്ചാലോ അത് വിശ്വസിക്കേണ്ടി വരില്ലേ? ഗൂഗിളിൽ ആ ഒരു തെറ്റ് വരാലോ. അപ്പൊ നമുക്ക് നമ്മുടെ ലോജിക്ക് ഇല്ലാത്ത ആളുകൾക്ക് സ്വന്തമായിട്ട് നമ്മളിങ്ങനെ ഈ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് ലോജിക്ക് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. സ്വന്തമായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ റീസണബിൾ ആയിട്ട് ലോജിക്കലായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഒക്കെ ഉള്ള കഴിവ് കിട്ടാന്നുള്ളതാണ് നമ്മുടെ എയിം. അല്ലാതെ ഗൂഗിൾ ചെയ്യാൻ പഠിച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമാണ് ഗൂഗിൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എൻറ്റയർലി ന്യൂ ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കണം, നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള പ്രിലിമിനറി നോളജ് ഒക്കെ കിട്ടാൻ ചിലപ്പോൾ ഗൂഗിളിങ് നമ്മളെ സഹായിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന കണ്ടന്റ് കറക്റ്റ് ആണോ റോങ് ആണോ എന്നൊക്കെ നമ്മുടെ ലോജിക്കിനും കൂടെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ തീരുമാനിക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ നമ്മള് ഇന്ത്യയിലല്ല, അപ്പൊ നമ്മുടെ വണ്ടികള് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരിക. അപ്പൊ നമ്മൾ അവിടെ സ്റ്റെപ്പ് 2 ചെയ്യേണ്ടത് ലുക്ക് അറ്റ് ദ റൈറ്റ് സൈഡ് എന്ന് എഴുതണം. റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ആദ്യം നോക്കണം. ചിലർ എഴുതിയാണ് ലുക്ക് അറ്റ് ബോത്ത് സൈഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ചിലര് ലുക്ക് അറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതൊക്കെ തെറ്റാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടറിന് അറ്റ് എ ടൈം ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ലുക്ക് അറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അപ്പൊ എന്തുണ്ടാവുക? ആക്ച്വലി നേരെ നോക്കിക്കൊണ്ട് നിൽക്കും. അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്നതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് അത് ആക്ച്വലി നേരെ നോക്കി നിൽക്കുകയാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ എഴുതരുത്. ഒരു അറ്റ് എ ടൈം ഒരു ജോബാണ് കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു മൾട്ടി പ്രോസസ്സിങ്, മൾട്ടി ടാസ്ക് ഓപ്ഷൻ ഒക്കെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ട്. അത് പക്ഷെ ഉള്ള പ്രോസസ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു 100 കൂട്ടം ടാസ്ക് ഉണ്ടെങ്കിൽ 100 കൂട്ടം ടാസ്ക് 100 പ്രോസസ്സറിന് നമ്മൾ കൊടുക്കാം. അത് സൂപ്പർ കമ്പ്യൂട്ടറൊക്കെ അങ്ങനെ ചെയ്യും. പക്ഷെ അതിന്റെ റിസൾട്ടുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ആ സീക്വൻഷ്യലായിട്ട് എങ്ങനെയാണ് കൊടുത്തത്, നമ്മുടെ ലോജിക്ക് എന്താണോ അതനുസരിച്ച് തന്നെ റീകമ്പൈൻ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ അറ്റ് എ ടൈം ഒരു കാര്യം ചെയ്യുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ ഞാൻ നിങ്ങളോട് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ലുക്ക് അറ്റ് റൈറ്റ് സൈഡ്. പിന്നെ ചിലര് എന്നിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കണം. ലുക്ക് അറ്റ് റൈറ്റ് സൈഡ് കോമ ഇഫ് നോ വെഹിക്കിൾ ഈസ് കമ്മിങ് എന്ന് എഴുതണം. എന്നിട്ട് സ്റ്റെപ്പ് 3 പോകണം. സ്റ്റെപ്പ് 3 എഴുതണം ലുക്ക് അറ്റ് ലെഫ്റ്റ് സൈഡ്. അവിടെയും നമ്മൾ എഴുതണം ഇഫ് നോ വെഹിക്കിൾ ഈസ് കമ്മിങ് എന്ന് എഴുതണം.
ചിലർ എഴുതിയിരിക്കുന്നത് ലുക്ക് അറ്റ് റൈറ്റ് സൈഡ്, അടുത്തത് ലുക്ക് അറ്റ് ലെഫ്റ്റ് സൈഡ്, എന്നിട്ട് ഇഫ് നോ വെഹിക്കിൾ ഈസ് കമ്മിങ് അങ്ങനെ എഴുതി. അങ്ങനെ പറ്റൂല. നമ്മള് ലുക്ക് അറ്റ് റൈറ്റ് സൈഡ്, അപ്പൊ വണ്ടികൾ വരുന്നുണ്ടെങ്കിലോ അപ്പൊ നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ അവിടെ എഴുതണം ലുക്ക് അറ്റ് റൈറ്റ് സൈഡ്, കോമ ഇഫ് നോ വെഹിക്കിൾ ഈസ് കമ്മിങ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. സ്റ്റെപ്പ് 3, ഈ ലുക്ക് അറ്റ് ലെഫ്റ്റ് സൈഡ്, അവിടെ നമ്മൾ കണ്ടീഷൻ കൊടുക്കണം, കോമ ഇഫ് ദർ ഈസ് നോ വെഹിക്കിൾസ് ആർ കമ്മിങ്. അടുത്ത സ്റ്റെപ്പില് സ്റ്റെപ്പ് 4 ആയിട്ട് എഴുതാം ക്രോസ് ദ റോഡ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പില് ഇപ്പൊ എത്ര സ്റ്റെപ്പായി? 5. സ്റ്റെപ്പ് 5 നമ്മൾ സ്റ്റോപ്പ് എന്ന് കൊടുക്കുക. സ്റ്റോപ്പ് അല്ലെങ്കിൽ എൻഡ് എന്നുള്ള കൊടുക്കുക. കാരണം ഈ എൻഡ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം നിങ്ങൾ റോബോട്ടിനെ കൊണ്ടാണ് ചെയ്യിക്കണേ. അപ്പൊ നിൽക്കേണ്ടോടത്ത് നിൽക്കാൻ പറഞ്ഞില്ലെങ്കിൽ ആളത് ക്രോസ് ദ റോഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ആളങ്ങ് നടന്ന് പോയി എവിടെയെങ്കിലും പോയി മതിലുമ്പോൾ എവിടെയെങ്കിലും പോയി ഇടിക്കും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പറയണം. സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാലേ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. ഓരോ സ്റ്റെപ്പും വളരെ കൃത്യമായിട്ട് ചെയ്യണം. ഇനി ഈ അൽഗോരിതത്തിന് ഒരുപാട് റിഫൈൻ ചെയ്യാം. ചിലർ എഴുതിയിട്ടുണ്ട് സീബ്ര ക്രോസിന്റെ അടുത്ത് ഉണ്ടോന്ന് നോക്കണം. സീബ്ര ക്രോസ് ഉണ്ടെങ്കിൽ അവിടെ പോയി നിൽക്കണം. അത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. സീബ്ര ക്രോസ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം, ഇല്ലെങ്കിൽ സീബ്ര ക്രോസ് ഇല്ലാത്തടത്തും ചെയ്യണം. പിന്നെ ചിലര് 2 ഹൈവേ നടുക്ക് മീഡിയനുള്ള ഹൈവേകളെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല പല നമുക്ക് ഇതിനെ ഒരുപാട് റിഫൈൻ ചെയ്യാൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടാസ്ക്, എല്ലാവരും ഡെയിലി 5-6 പ്രാവശ്യം ചെയ്യുന്ന ഒരു ടാസ്ക് ആണ് നിങ്ങൾ. അത് ഒരു അൽഗോരിതം എഴുതാൻ പറഞ്ഞാൽ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? തെറ്റിച്ചു കഴിഞ്ഞാൽ എന്റെ അർത്ഥം നിങ്ങൾ അശ്രദ്ധമായിട്ട് എഴുതുന്നു എന്നാണ് എന്റെ അർത്ഥം. എന്തിനു വേണ്ടി എഴുതണു, ആർക്ക് വേണ്ടി എഴുതണു? നമുക്ക് വേണ്ടിയിട്ടല്ല എഴുതണേ. നമുക്കിത് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് വീട് നോക്കി നമ്മൾ ജസ്റ്റ് അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് കടന്നു പോകും. പക്ഷെ അതല്ല, ഒരു റോബോട്ടിന് അല്ലെങ്കിൽ ഒരു പുതിയൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നുള്ള ആ ഒരു ഐഡിയയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതണം. ഇതിന് ഒരുപാട് മോഡിഫൈ ചെയ്യട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകണില്ല. ഇനി നമ്മൾ ആദ്യം റൈറ്റ് സൈഡിലേക്ക് നോക്കി, വണ്ടിയൊന്നും വരുന്നില്ല. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി, അപ്പൊ വണ്ടി വരുന്നു, കുറെ വണ്ടികൾ വരുന്നു. അപ്പൊ നമ്മൾ കുറെ നേരം നോക്കി നിന്നു, വണ്ടി പിന്നെ വണ്ടി നിന്ന് കഴിഞ്ഞാൽ ക്രോസ് ചെയ്താലോ, അപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് ചിലപ്പോൾ വണ്ടി വന്നിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? അപ്പൊ നമ്മള് അവിടെ ഒരു കണ്ടീഷനൊക്കെ കൊടുക്കണം, എത്ര സമയം നോക്കണം. നമ്മള് വണ്ടികൾ ചിലപ്പോ ഒരു 1/2 കിലോമീറ്റർ അകലെ നിന്നൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആ കണ്ടീഷൻ വേണമെങ്കിൽ എഴുതാം. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി വണ്ടികൾ കഴിഞ്ഞപ്പോ നമ്മള് ചിലപ്പോ വീണ്ടും റൈറ്റ് സൈഡിലേക്ക് നോക്കേണ്ടി വരും. അപ്പൊ വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഈ 2 സ്റ്റെപ്പുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു വരുന്ന വണ്ടി നമ്മുടെ അടുത്ത് എത്താൻ എത്ര സമയം എടുക്കുമെന്ന് ഒരു അപ്രോക്സിമേറ്റ് ടൈം ഒക്കെ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത്, ഡിസ്റ്റൻസ് ഒക്കെ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കുറെ തരത്തിൽ ഇതിന് റിഫൈൻ ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ ഇത് ആരൊക്കെയാണോ ഈ എഴുതിയത് അവര് അത് തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അൽഗോരിതം കറക്റ്റ് ചെയ്യാം. ഇനിയിപ്പോ ഞാൻ അൽഗോരിതത്തിൽ ഇനി ഞാൻ ഡിസ്കസ് ചെയ്യണ്ടല്ലോ. ക്ലിയർ അല്ല എല്ലാവർക്കും? അത് വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ഒന്നും എഴുതാൻ പോണില്ല. ഞാൻ ഒരു ടാസ്കിനെ ഒപ്റ്റിമൈസ്ഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയാ. ഇനി ഇത് തന്നെ നമ്മൾ പിക്ചോറിയലി വരയ്ക്കും. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്നുള്ളതിന് പകരം പിക്ചർ ആയിട്ട് വരയ്ക്കും. അതിനാണ് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയാം. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞുതരാം. നമുക്കിപ്പോ ഏതെങ്കിലും ഒരെണ്ണം മതി, ഏതാ അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് മതി, നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ വീണ്ടും ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ ലിസ്റ്റ് ആയിരുന്നു. ലിസ്റ്റിന്റെ ചില പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പ് ആണ്.
അപ്പൊ അതിന്റെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് പല രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഇനി വേറെ ഒന്ന് രണ്ട് വാരിയബിൾസ് കൂടി ഉണ്ട്. അതാണ് ഒന്ന് സെറ്റ്, പിന്നെ ഒന്ന് ടപ്പ്, അങ്ങനെ ഒന്ന് രണ്ട് വാരിയബിൾസ് കൂടി ഉണ്ട്. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും നിങ്ങളെ പഠിപ്പിക്കാം. ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോണത് വേറൊരു ഫംഗ്ഷൻ ആണ്. നമുക്ക് ഒരു സാധാരണ നിലയ്ക്ക് നമുക്ക് ഒരു പ്രോഗ്രാം റൺ ചെയ്യണ സമയത്ത് നമുക്ക് കീബോർഡിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ പല സോഫ്റ്റ്വെയർസ് ഒക്കെ റൺ ചെയ്യുമ്പോൾ എൻ്റർ യുവർ ഏജ് എന്നോ എൻ്റർ യുവർ നെയിം എന്നോ ഒക്കെ ചോദിച്ച് പല ഇത് പറയും. നമ്മൾ ഓരോ ആപ്പുകളൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ കീബോർഡിൽ നിന്നും പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ഡാറ്റ കൊടുക്കാൻ പറ്റും വാരിയബിളിലേക്ക്? ഒരു വാരിയബിളിലേക്ക് നമുക്ക് വാരിയബിളിലേക്ക് ഡാറ്റ കൊടുക്കാനായിട്ട് ഒരു ഓപ്ഷൻ ഇതാണ്. നമുക്ക് ഇപ്പൊ a=3 എന്ന് പറഞ്ഞാൽ a3 ആയി. അത് പ്രോഗ്രാമിന്റെ ഉള്ളിലാണ് കൊടുക്കുക. മനസ്സിലായില്ലേ? പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്ക് വാല്യൂ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അതിനൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനാണ് ഞാൻ പഠിപ്പിക്കാൻ പോണത്, ഇൻപുട്ട് ഫംഗ്ഷൻ. അതിന്റെ പേര് ഇൻപുട്ട് എന്നാണ്. ഇപ്പൊ എയുടെ വാല്യൂ 3 ആണ്. ഓക്കെ, ഞാൻ പക്ഷെ എനിക്കിത് ഇങ്ങനെ കൊടുക്കണമെങ്കിൽ ഇതിന് അസൈൻമെന്റ് എന്നാണ് പറയാ. അസൈൻമെന്റ്. ഓക്കെ, ഇത് പ്രോഗ്രാമിന്റെ ഉള്ളിലാണ് ഇങ്ങനെ എഴുതാം. നമുക്ക് അതിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, മുൻകൂട്ടി അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാമിൽ എഴുതി വെക്കാൻ പറ്റും. പക്ഷെ നമുക്കൊരു വാരിയബിളിന്റെ വാല്യൂ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റില്ല. അത് യൂസർ റണ്ണ് ചെയ്യുന്ന ആള് കൊടുക്കണതാന്ന് വിചാരിക്കുക. ആ പ്രോഗ്രാം റണ്ണ് ചെയ്യുമ്പോൾ ആളുടെ പേരോ ആളുടെ വയസ്സോ ആളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസോ പിൻകോഡോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാന്ന് വിചാരിക്കുക. അത് പ്രോഗ്രാമർക്ക് മുൻകൂട്ടി അറിയില്ല, ആരാണ് ഇത് യൂസ് ചെയ്യാൻ പോണേന്ന് അറിയില്ല. അപ്പൊ യൂസ് ചെയ്യുന്ന ആൾക്ക് ചില കാര്യങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കീബോർഡിൽ നിന്നും ഡാറ്റ റീഡ് ചെയ്യേണ്ടി വരും. അതിനാണ് നമ്മൾ സാധാരണ പറയാ റീഡിങ് ഫ്രം ദ കൺസോൾ എന്നാണ് പറയാൻ. കൺസോൾ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ കീബോർഡ്, മൗസ് അങ്ങനെയുള്ള സാങ്കേതികൾ, ഇൻപുട്ട് ഡിവൈസസ്, അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ, പ്രിന്റർ തുടങ്ങിയുള്ള ഔട്ട്പുട്ട് ഡിവൈസസ്, മൊത്തത്തിൽ എല്ലാത്തിനും കൂടെ കൺസോൾ എന്നാണ് പറയാ. അപ്പൊ റീഡിങ് ഫ്രം ദ കീബോർഡ്, അതാണ് ആദ്യത്തെ ഇപ്പൊ ഞാൻ പറയാൻ പോണത്. എങ്ങനെ നമുക്ക് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് ഇൻപുട്ട് ഫംഗ്ഷൻ. ഇൻപുട്ട് കണ്ടില്ലേ? ഇൻപുട്ട് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ എന്താ ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്ത് വേണം? ബ്രാക്കറ്റ് ഇടണം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡില് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ a ഇൻപുട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ ഇതാണ്ട, ഇപ്പൊ ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അവിടെ വെയിറ്റ് ചെയ്യും. ഇപ്പൊ ഒരു കഴ്സർ കിടന്ന് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യണ കണ്ടില്ലേ? എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ എക്ക് എന്നോട് ആവശ്യപ്പെടാണ്, വാല്യൂ കൊടുക്കാനായിട്ട് ആവശ്യപ്പെടാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു വാല്യൂ കൊടുക്കാതെ ഇനി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കമ്പ്യൂട്ടർ അവിടെ വെയിറ്റ് ചെയ്യും. നമ്മുടെ റെസ്പോൺസിന് വേണ്ടി കമ്പ്യൂട്ടർ വെയിറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു വാല്യൂ കൊടുത്തു, 4 എന്നുള്ള ഒരു വാല്യൂ കൊടുത്ത് എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പ്രോംപ്റ്റ് വരും. ഇപ്പോ എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നോക്കൂ, കോഡ്സിന്റെ ഉള്ളിൽ 4 ആണ്, സിംഗിൾ കോഡ്സിന്റെ ഉള്ളിൽ 4 ആണ്. അതിന്റെ അർത്ഥം എന്തെന്നാ? ആ 4 എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്? സ്ട്രിങ് ആണെന്ന് അർത്ഥം. കണ്ടില്ലേ? ഞാൻ 4 എന്നുള്ളത് ഒരു ഇന്റിജർ ആണ് ഞാൻ കൊടുത്തത്. പക്ഷെ പൈത്തൺ അത് എങ്ങനെയാ റീഡ് ചെയ്തേ? പൈത്തൺ അത് റീഡ് ചെയ്തത് സ്ട്രിങ് ആയിട്ടാണ്. ക്ലിയർ ആയാ? പക്ഷെ ഞാനിപ്പോ എനിക്ക് ഈ എയുടെ കൂടെ എന്തെങ്കിലും നമുക്ക് ഇന്റിജർ പോലെ ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പോ, കാരണം ഇതൊരു സ്ട്രിങ് ആണ്. മനസ്സിലായല്ലോ? ഞാൻ എന്തെങ്കിലും കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എറർ കാണിക്കും. അതിന് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റൂല.
ഇപ്പൊ A-2 എന്ന് അടിച്ചോട്ടെടാ. A-2 വേണ്ട, എറർ കാണിക്കണ A-2 എന്ന് പറഞ്ഞാൽ എറർ കാണിക്കണേ. A+2 ചിലപ്പോൾ എറർ കാണിക്കേ. കോൺകാറ്റിനേഷൻ എടുക്കുമെങ്കിലും വേണ്ട, A+2 എറർ കാണിക്കണേ. A×3 വർക്ക് ചെയ്യും, കാരണം സ്ട്രിങ്ങിനെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? ഇത് പൈത്തന്റെ റൂള് മനസ്സിലായില്ലേ? പൈത്തൺ നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൈത്തൺ നമ്മൾ എന്ത് കൊടുത്താലും അതിനെ ഒരു സ്ട്രിങ് വേരിയബിൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക, സ്ട്രിങ് ആയിട്ടാണ് റീഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അതിന് ഇന്റിജർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻഡ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് കാസ്റ്റ് ചെയ്താൽ മതി. കാസ്റ്റിംഗ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഫിലിമിലൊക്കെ ആക്ടേഴ്സിനെ ഓരോരുത്തരെ വിളിച്ചിട്ട് കാസ്റ്റ് ചെയ്യില്ലേ? മോഹൻലാലിനെ വിളിച്ചിട്ട് നമ്മൾ ഒരു ക്യാരക്ടറിലേക്ക് കാസ്റ്റ് ചെയ്യും. മോഹൻലാലിനെ തന്നെ നമ്മൾ വിളിച്ചിട്ട് വേറൊരു ക്യാരക്ടറിലേക്ക് കാസ്റ്റ് ചെയ്യും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഫോറിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പൊ നമ്മൾ എന്താ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ A= ഇൻപുട്ട് ഇല്ലേ, ആ ഇൻപുട്ട് അതിനെ നമ്മൾ കാസ്റ്റ് ചെയ്താൽ മതി. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇൻഡ് എന്ന് കൊടുക്കുക. ഇൻഡ് എന്ന് കൊടുത്തിട്ട് അത് മൊത്തം ബ്രാക്കറ്റിൽ ഇടുക. കണ്ട, A= ഇൻഡ് ബ്രാക്കറ്റില് ഇൻപുട്ട് ബ്രാക്കറ്റ് ഫംഗ്ഷൻ. അപ്പൊ ഇൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചു, ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചു. ഇപ്പൊ എയുടെ വാല്യൂ എന്താവും? എനെ നമ്മൾ കാസ്റ്റ് ചെയ്തു, ഇന്റിജർ ആയിട്ട് കാസ്റ്റ് ചെയ്തു. ക്ലിയർ ആണോ? കാരണം പൈത്തന്റെ റൂൾ അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന പുതിയ പൈത്തൺ ആണ്. എബവ് 3 ആണ് കേട്ടോ. എബവ് 3 കേട്ടോ ഈ റൂൾ ഉള്ളത്. ബിലോ 3 റൂള് വ്യത്യാസമുണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. എബവ് 3 പൈത്തണില് റൂൾ ഇതാണ്. പൈത്തൺ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് റീഡ് ചെയ്യണത് ഒരു സ്ട്രിങ് വേരിയബിൾ ആയിട്ടാണ് അത് ട്രീറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഇന്റിജർ ആക്കണമെങ്കിൽ ഇൻഡ് വെച്ചിട്ട് കാസ്റ്റ് ചെയ്യണം. ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് വെച്ചിട്ട് കാസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ആദ്യം ഇത് കാണിച്ചു തരാം. സോറി, ഞാൻ ഇത് വലുതാക്കട്ടെ, ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല അല്ലെ. നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മറന്നു പോകും. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടല്ലോ, A= ഇൻഡ് ഇൻപുട്ട്. കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ അത് അവിടെ കൊണ്ട് വെയിറ്റ് ചെയ്യും. ഞാൻ 7 കൊടുത്തു. ഇപ്പൊ എയുടെ വാല്യൂ എന്തായിരിക്കും? 7 ആയിരിക്കും. ഇന്റിജർ ആയി. കണ്ടില്ലേ? കോഡ്സ് പോയി. ഇത് കണ്ടില്ലേ? ഇനി ഇതുപോലെ ഇന്റിജർ മാത്രമല്ല, എനിക്ക് വേണമെങ്കിൽ അത് സ്ട്രിങ് ആയിട്ട് അല്ല ഫ്ലോട്ട് ആയിട്ട് വേണമെങ്കിൽ കാസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ FLOT കൊടുത്താൽ മതി. FLOAT കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലോട്ട് ആയിട്ട് കാസ്റ്റ് ചെയ്യും എ. കണ്ടില്ലേ? ഇപ്പൊ ഞാൻ 9 കൊടുത്തു. ഇപ്പൊ എയുടെ വാല്യൂ എങ്ങനെയായിരിക്കും? കണ്ട, 9.0 ആയി. എന്നുവെച്ചാൽ അത് ഫ്ലോട്ട് ആയി എന്നർത്ഥം. അപ്പൊ റൂള് മനസ്സിലായില്ലേ? എബവ് 3 പൈത്തണില്, വെർഷൻ 3 പൈത്തണില് നമുക്ക് ഇൻപുട്ട് ഉപയോഗിച്ചിട്ടാണ് കീബോർഡിൽ നിന്ന് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഒരു വാല്യൂ അക്സെപ്റ്റ് ചെയ്യുക. അത് എപ്പോഴും സ്ട്രിങ് ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനെ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് മുൻകൂട്ടി അറിയാം എന്താണ്. ഇപ്പൊ പേരാണ് റീഡ് ചെയ്യണമെങ്കിൽ അത് സ്ട്രിങ് തന്നെയാണ്, അപ്പൊ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ ഏജ് ആണെങ്കിൽ നമുക്കറിയാം അത് നമ്പർ ആണ്. അപ്പൊ നമ്മൾ ഏജിനെ ഒരിക്കലും നമ്മൾ ഫ്ലോട്ട് ആയിട്ടൊന്നും പറയൂല. ഏജിനെ നമ്മൾ ഇന്റിജർ ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. അല്ലെ? നിങ്ങളുടെ വയസ്സാണെങ്കിൽ 19 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ്. 19.2 വയസ്സ് എന്നൊന്നും ആരും പറയാറില്ല. അപ്പൊ അത് ഏജ് ഒക്കെ എപ്പോഴും ഇന്റിജർ ആയിരിക്കും. അപ്പൊ നമ്മൾ ഏജ് ആണെങ്കിൽ ഇൻഡായിട്ട് കാസ്റ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? ഇത് ക്ലിയർ അല്ലേ? ഇൻപുട്ട് ഫംഗ്ഷന്റെ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. ഓക്കെ, ഇനി ഞാൻ പഴയ പൈത്തണിന്റെ കാര്യം പറയാം. പഴയ പൈത്തണില്, അതായത് ബിലോ 3 വെർഷൻ പൈത്തണില് ഞാൻ അതും കൂടെ പറഞ്ഞു വെക്കാം. ഇപ്പൊ തന്നെ പറഞ്ഞു വെക്കാം. അവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു. ഇൻപുട്ടും ഉണ്ടായിരുന്നു, റോ ഇൻപുട്ടും ഉണ്ടായിരുന്നു.
റോ ഇൻപുട്ട് ഇതിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എസ് ഈക്വൽ ടു റോ എന്ന് എഴുതാം, എന്നിട്ട് അണ്ടർസ്കോർ ഇൻപുട്ട്. കണ്ടില്ലേ? എസ് ഈക്വൽ ടു റോ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഈ റോ ഇൻപുട്ട് സ്ട്രിങ് റീഡ് ചെയ്യാൻ മാത്രമായിരുന്നു. ഇൻപുട്ട് ഇൻറ്റിജറോ ഫ്ലോട്ടോ റീഡ് ചെയ്യാൻ മാത്രമായിരുന്നു പഴയ പൈത്തണില്. ഇപ്പൊ പറഞ്ഞ കൺഫ്യൂഷൻ ആവില്ലല്ലോ. റോ ഇൻപുട്ട് ആയിരുന്നു സ്ട്രിങ് റീഡ് ചെയ്യാനായിട്ട് മാത്രമുള്ള ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ. ഇപ്പൊ ഇതിൽ വർക്ക് ചെയ്യും? ഇല്ല, റോ ഇൻപുട്ട് ഇതിൽ വർക്ക് ചെയ്യില്ല, പുതിയ പൈത്തണിൽ വർക്ക് ചെയ്യില്ല. RAW അണ്ടർസ്കോർ ഇൻപുട്ട് എന്നുള്ളത് പഴയ പൈത്തണിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ പഴയ ബിലോ 3 വെർഷനിൽ റോ ഇൻപുട്ട് എന്ന് പറയുന്നത് സ്ട്രിങ് റീഡ് ചെയ്യാൻ മാത്രവും ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻറ്റിജറും ഫ്ലോട്ടൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങളുടെ എന്താണ് റോ ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാണ്ടിരിക്കരുത്. കാരണം അത് സ്ട്രിങ് റീഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. അതിന്റെ ഔട്ട്പുട്ട് അത് പ്രകാരം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് സ്ട്രിങ് ആയിരിക്കും പഴയ പൈത്തണിൽ കേട്ടാ. പുതിയ പൈത്തണിൽ അതില്ല, റോ ഇൻപുട്ട് ഇല്ല, ഇൻപുട്ട് മാത്രമേ ഉള്ളൂ, ഒറ്റ ടൈപ്പ് ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ ആണോ? അതെ സർ, ക്ലിയർ ആണ്. ഇനി ഇതുപോലെ നമ്മള് ഔട്ട്പുട്ട് ചെയ്യാനുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഏതാ? പ്രിന്റ്. പ്രിന്റ് എന്ന് പറഞ്ഞാൽ അത് നോർമലി സ്ക്രീനിൽ, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ ഡംപ് ചെയ്യും. എന്താണോ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ പ്രിന്റ് ചെയ്യും. അതാണ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ. അപ്പൊ ഇൻപുട്ട് ഫംഗ്ഷൻ കീബോർഡിൽ നിന്ന് വേരിയബിളിലേക്ക് ട്രീറ്റ് ചെയ്യും, വേരിയബിളിലേക്ക് ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യും. പ്രിന്റ് പറഞ്ഞാൽ സ്ക്രീനിലേക്ക് ഡംപ് ചെയ്യും, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പ്രിന്ററിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ. ഇനി ഞാൻ ഇതിലൊരു ചെറിയൊരു വ്യത്യാസം കൂടെ വരുത്താം. നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ A ഈക്വൽ ടു ഫ്ലോട്ട് അല്ലെങ്കിൽ ഇൻറ്റിജർ എടുക്കാം, എന്തു ആയിക്കോട്ടെ. A ഈക്വൽ ടു ഇൻപുട്ട് ഫംഗ്ഷൻ. ഇതിങ്ങനെ നമ്മൾ വെറുതെ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ കാണാം കഴ്സർ വെറുതെ ബ്ലിങ്ക് ചെയ്യണ കാണാം. അതൊരു സുഖമില്ല, നമുക്ക് അറിയില്ല. അപ്പൊ ഒരു ഔട്ട്സൈഡ് പ്രോഗ്രാമർക്ക് അറിയില്ല എന്താണ് ഇവിടെ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ അവിടെ എഴുതും. അത് അവർക്ക് യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഇൻപുട്ടിന്റെ ഉള്ളിൽ നമ്മൾ ഒരു സ്ട്രിങ് ആയിട്ട് ഒരു മെസ്സേജ് എഴുതും. നമുക്ക് ഇങ്ങനെ പറയാം, എൻ്റർ ദ വാല്യൂ ഓഫ് എൻ്റർ ദ വാല്യൂ ഓഫ് എന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെസ്സേജ് എഴുതി വെക്കുക അതിൻ്റെ ഉള്ളിൽ. കണ്ടില്ലേ? ഇൻപുട്ട് ഫംഗ്ഷന്റെ ഉള്ളിൽ ഒരു സ്ട്രിങ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് എഴുതി വെക്കാം. അപ്പൊ അത് ആ മെസ്സേജ് അവിടെ സ്ക്രീനിൽ ഡംപ് ചെയ്യും, ആ കോഡ്സിന്റെ ഉള്ളിൽ ഇട്ടത്. അപ്പൊ നമുക്ക് യൂസർക്ക് മനസ്സിലാവും, ഓ ഇവിടെയാണ് എയുടെ വാല്യൂ കൊടുക്കണ്ടേ. അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എക്ക് പകരം ഇങ്ങനെ എഴുതാം, എൻ്റർ യുവർ ഏജ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം. എൻ്റർ ദ വാല്യൂ, എൻ്റർ യുവർ ഏജ്. കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ ഇത് എൻ്റർ ചെയ്ത് എന്തുണ്ടാവണേ, അവിടെ ആ മെസ്സേജ് വന്നു, കണ്ട, എൻ്റർ ദ വാല്യൂ ഓഫ് എ എന്ന് കണ്ടു. അപ്പൊ നമുക്ക് അവിടെ ആൾക്ക് മനസ്സിലായി എയുടെ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ എയുടെ വാല്യൂ 9 എന്ന് കൊടുത്തു, വേണ്ട. അപ്പൊ എന്ന് അടിച്ചു കഴിഞ്ഞാൽ 9 കിട്ടും. ഇത് ക്ലിയർ അല്ലേ? ഇൻപുട്ട് ഫംഗ്ഷന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് എഴുതാൻ പറ്റും. അപ്പൊ ആ മെസ്സേജ് അനുസരിച്ചിട്ട് യൂസർ വാല്യൂ എൻ്റർ ചെയ്തോളൂ. വെറുതെ ഇൻപുട്ട് ആരും കൊടുക്കാറില്ല, കാരണം അത് അവിടെ പ്രോഗ്രാം എഴുതുന്നത് ഒരാളും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രോഗ്രാം എഴുതുന്നത് നമുക്ക് വേണ്ടിയല്ല ഒരിക്കലും. നമ്മളൊരു പ്രോഗ്രാം എഴുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇനി നൂറ്റാണ്ടുകളോളം ചിലപ്പോൾ ആളുകളൊക്കെ ഉപയോഗിച്ചേക്കാം. നമ്മൾ ഉപയോഗിക്കാം, വേറെ ആൾക്കാർ ഉപയോഗിക്കാം, അടുത്ത ജനറേഷൻസ് ഒക്കെ ഉപയോഗിക്കാം, ലോകം മുഴുവൻ അത് ഉപയോഗിക്കും ചിലപ്പോൾ. അപ്പൊ നമ്മൾ ആ രീതിയിൽ വേണം നമ്മൾ ഇതിനെ ഓരോ കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യാനായിട്ട്.
അത്രയ്ക്ക് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണത്. ആർക്കും ഒന്നും മനസ്സിലാവാത്ത പോലെ എഴുതി പ്രോഗ്രാം എഴുതിയിട്ട് പിന്നീട് വരുന്ന ആളുകൾക്കൊക്കെ അത് ഉപയോഗിക്കാനോ ഒന്നും മാറ്റി എഴുതാനോ ഡീകോഡ് ചെയ്യാനോ ഒന്നും പറ്റൂല. അപ്പൊ നമ്മൾ എപ്പോഴും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വേണം അത് ഡോക്യുമെന്റ് ചെയ്യാൻ. അപ്പൊ ഇൻപുട്ട് ഫംഗ്ഷൻ പഠിച്ചു. ഇനി അടുത്ത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോണത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. 34 പേരുള്ളല്ലോ ഇപ്പം. ഞാനൊന്ന് അറ്റൻഡൻസ് എടുക്കട്ടെ. ഈ ബാക്കി വരാത്ത 8 ആള്, ഡാനിയൽ, മാത്യു, അവര് സ്ഥിരം മുടങ്ങാണോ? ശ്രീലക്ഷ്മി, ഓക്കെ. അവര് എല്ലാ പ്രാവശ്യവും ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അസൈൻമെന്റ് ഒരു ചെറിയ നോട്ട്സ് പോലെ എഴുതാൻ അറ്റൻഡൻസ് കിട്ടുള്ളൂ. അപ്പൊ ഇനി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മളെ പ്രോഗ്രാമിങ്ങിലേക്ക് അടുക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ മെയിൻ ആയിട്ട് പഠിപ്പിക്കാൻ പോകുന്നത്. 3 കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയും. 3 കൺട്രോൾ സ്ട്രക്ചേഴ്സ്. അല്ല, ആദ്യത്തെ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഇഫ് എന്ന് പറയുന്ന കൺട്രോൾ സ്ട്രക്ചർ ആണ്. ഇഫ്. പിന്നെ രണ്ടാമത്തെ വൈൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ സ്ട്രക്ചർ ആണ്. ലൂപ്പിംഗ് സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരെണ്ണം ഫോർ എന്ന് പറയുന്ന ലൂപ്പിംഗ് സ്ട്രക്ചർ ആണ്. അപ്പൊ 3 കാര്യങ്ങളെ പഠിപ്പിക്കാൻ പോണേ. ഒന്ന് ഇഫ്, ഒന്ന് വൈല്, ഒന്ന് ഫോർ. ഇത് 3ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പ്രോഗ്രാംസിലും എന്തെങ്കിലും സംഭവങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലോജിക്കലായ ഡിസിഷൻ ഒക്കെ എടുക്കുക. ഈ 3 കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അതിൽ ആദ്യത്തെ ഞാൻ പഠിപ്പിക്കാം ഇഫ്. ഇഫ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷണൽ സ്ട്രക്ചർ ആണ്. ഓക്കെ. അതിലത് എങ്ങനെ എഴുതാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിന്റെ എന്താ പറയാ, അതിന്റെ സിൻടാക്സ് പറഞ്ഞുതരാം. ആദ്യം ശ്രദ്ധിക്കുക, ഞാനിതൊന്ന് ഷെയർ ചെയ്തോട്ടെ. ന്യൂ ഷെയർ. ഇതാ, ഇപ്പൊ നിങ്ങളൊരു ഇത് കാണുന്നില്ലേ, ടെക്സ്റ്റ് എഡിറ്റർ കാണുന്നുണ്ടോ? കാണാം. ഓക്കെ. അപ്പൊ ഇതില് ഞാൻ എഴുതി ഇഫ്, കണ്ടില്ലേ? അപ്പൊ നമ്മള് ഈ സാധാരണ നിങ്ങളോട് ഇതിന്റെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ ഗ്രാമർ, അതുപോലെ സ്പെല്ലിങ് എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ സിൻടാക്സ്, സെമാൻറ്റിക്സ് എന്നാണ് ഇതിൽ പറയാ. പ്രോഗ്രാമിംഗിൽ അങ്ങനെ പറയാം, സിൻടാക്സും സെമാൻറ്റിക്സും. അപ്പൊ സിൻടാക്സ് കറക്റ്റ് ആയിട്ട് എഴുതണം. അത് സിൻടാക്സ് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിൾ അല്ല കേട്ടോ. ഞാൻ ഇതിന്റെ ഫോണ്ട് ഒന്ന് വലുതാക്കട്ടെ. കൺട്രോൾ ഫോണ്ട് വലുതാക്കട്ടെ. വ്യൂവില് എവിടെയാണ് ഫോണ്ട് വലുതാക്കുന്നത്? ഫോണ്ട് വ്യൂവിലില്ലേ? അത് പുതിയതാണല്ലേ. ഇത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? സിൻടാക്സ് ഞാൻ എഴുതിയത് കാണുന്നുണ്ടോ? ഇതെങ്ങനെയത് വലുതാകുന്നത് നോട്ടെ. ഫോണ്ട് എങ്ങനെയാ ഇതിൽ വലുതാക്കുക? ഈ എഡിറ്ററിൽ അറിയില്ല, നോട്ടെ. ഞാൻ അടുത്ത ദിവസത്തേക്ക് ശരിയാക്കാം, വലിയ ഫോണ്ടിൽ കാണിച്ചു തരാം. അപ്പൊ സിൻടാക്സ് ആണ് നമ്മൾ എഴുതാൻ പോണേ. ഓക്കെ. ആദ്യം ഞാൻ ഇങ്ങനെ സിൻടാക്സ് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുക. ഇഫ് എന്ന് എഴുതണം. ഓക്കെ. എന്നിട്ട് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ എഴുതുക, ഇവിടെ ഒരു ആംഗുലർ ബ്രേസില് കണ്ടീഷൻ 1 എന്ന് എഴുതും. കണ്ടീഷൻ 1 കണ്ടാ? ഈ നിങ്ങളിങ്ങനെ പ്രോഗ്രാം എഴുതുമ്പോൾ ഈ ആംഗുലർ ബ്രേസ് എഴുതില്ല കേട്ടോ. ഈ ആംഗുലർ ബ്രേസ് എഴുതണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് യൂസർക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം എന്നാണ് അതിന്റെ അർത്ഥം. യൂസർക്ക് ഫ്രീഡം ഉണ്ട് അവിടെ ഇഷ്ടമുള്ള പോലെ എഴുതാൻ പ്രോഗ്രാം എഴുതുമ്പോൾ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇഫ് കണ്ടീഷൻ, എന്നിട്ട് നമ്മളൊരു കോളൻ ഇടണം. കോളൻ
2 കുത്ത് കോളൻ. നിങ്ങൾ കീബോർഡിൽ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാവരും അസൈൻമെന്റ് എഴുതിയിട്ട് അപ്പൊ അറിയാം നിങ്ങൾക്ക് എന്താണ്. ഇഫ് കണ്ടീഷൻ 1 കോളൻ. എന്നിട്ട് നമ്മൾ പിന്നെ അതിന്റെ താഴെ ചെയ്യേണ്ടത് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഇതിന്റെ അടിയിൽ എഴുതി വെക്കാം. അടിയിൽ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഈ കണ്ടീഷൻ 1ന്റെ അടിയിൽ ആണെന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമ്മൾ ഒരു ഇൻഡന്റേഷൻ കൊടുക്കുക. മറ്റുള്ള ലാംഗ്വേജിൽ ചിലപ്പോൾ ബ്രേസ് ഒക്കെ ആയിരിക്കാം, പക്ഷെ ഇവിടെ കൊടുക്കേണ്ടത് ഒരു ഇൻഡന്റേഷൻ ആണ്. ഒന്നില്ലെങ്കിൽ ഒരു സ്പേസ് കൊടുക്കാം, അല്ലെങ്കിൽ 2 സ്പേസ് കൊടുക്കാം, 3 സ്പേസ് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ, അല്ലെങ്കിൽ ടാബ് കൊടുക്കാം. അതിനാണ് നമ്മൾ ജനറലി ഇൻഡന്റേഷൻ എന്ന് പറയാം. ഇൻഡന്റ് കൊടുക്കുക. ഒരു ഇൻഡന്റേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ എന്തും എഴുതി വെക്കാം. അവിടെ നമ്മൾ അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ വീണ്ടും ആംഗുലർ ബ്രേസില് സ്റ്റേറ്റ്മെന്റ്സ് 1 എന്ന് എഴുതി വെച്ചു. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സ് 1 ആംഗുലർ ബ്രേസിൽ കണ്ടില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പൊ ഇവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ എഴുതി വെക്കാം. അപ്പൊ ഈ കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് 1 കുറെ ചെയ്യും. സ്റ്റേറ്റ്മെന്റ്സ് 1 പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി കണ്ടീഷൻ 1 ഫോൾസ് ആണെങ്കിലോ, അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ വീണ്ടും അതിന്റെ താഴെ എഴുതി വെക്കണം. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എലിഫ് എന്ന് എഴുതാം. എലിഫ് എന്ന് പറഞ്ഞാൽ എൽസ് ഇഫ് എന്നാണ് അതിന്റെ അർത്ഥം. എൽസ് ഇഫിന്റെ ഷോർട്ട് ഫോം ആണ് എലിഫ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, അവിടെ കണ്ടീഷൻ 2 ആക്കണം, കോളൻ ഇടണം, ഇൻഡന്റേഷൻ ഇടണം, സ്റ്റേറ്റ്മെന്റ്സ് 2 ഇടണം. അപ്പൊ ഞാനതെല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ എഴുതാം. ഇതെല്ലാം കൂടെ ഇവിടെ എഴുതി വെക്കാം. അവിടെ ഞാൻ അതിനെ കണ്ടീഷൻ 2 ആക്കി, സ്റ്റേറ്റ്മെന്റ്സ് 2 ആക്കി. കണ്ടില്ലേ? ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ഒക്കെ ചെയ്യും. ഇനി എലിഫ് കണ്ടീഷൻ 2 കോളൻ ഇൻഡന്റേഷൻ സ്റ്റേറ്റ്മെന്റ്സ് 2. കണ്ടീഷൻ 2 ആണോ, കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ചെയ്തിട്ട് പിന്നെ ഒന്നും ചെയ്യില്ല കേട്ടോ. എക്സിറ്റ് ഈ ലൂപ്പ്, ഈ കൺട്രോൾ സ്ട്രക്ചർ അങ്ങനെ തന്നെ ഏറ്റവും അടിയിലേക്ക് പോകും, അവസാനത്തേക്ക് പോകും. കണ്ടീഷൻ 1 ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും?